നമസ്കാരം. അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചു. ഇന്നേക്ക് 41-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിൽ എത്തും. ഒപ്പം രാജ്യവും 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിലാണ് കേരളത്തിൽ മഷി പുരളുക. പ്രചാരണത്തിന് ദിവസങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് അനുകൂലമാകുമെന്നും വിലയിരുത്തുന്നവർ ഏറെയാണ്. എന്നാൽ എതിരാളികൾക്കാണ് ഗുണം ചെയ്യുക എന്ന് ആശങ്കപ്പെടുന്നവരും ഉണ്ട്. എന്തായാലും ഇനി സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിന് കൊടിയേറുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് ഇലക്ഷൻ ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റൈറ്റ്. ഇന്ന് 3 മണിക്കായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുകയും അങ്ങനെ തെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ നീണ്ടു നിൽക്കുന്ന വളരെ സുദീർഘമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ഇന്ന് മനു ഭരത്താണ് ഒപ്പം ചേരുന്നത്. മനു, ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച്. കേരളത്തിൽ പ്രചാരണമൊക്കെ ആരംഭിച്ച് കഴിഞ്ഞു. മുഖ്യധാര പാർട്ടികളെല്ലാം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. അതിനിടയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണറിൽ ഒരാൾ രാജിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഇനിയും നീളുമോ, പ്രഖ്യാപനം വൈകുമോ എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിനുള്ള സമിതി പെട്ടെന്ന് യോഗം ചേരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിശ്ചയിക്കുന്നു. അതിവേഗം വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയും അങ്ങനെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഉണർവിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. പൊതുവെ എങ്ങനെ വിലയിരുത്താം? രാജ്യം ഏതായാലും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങിയിരുന്നു. രാഹുൽ ഗാന്ധി എങ്കിൽ ഭാരത് ജോഡോ യാത്രയുമായി അതിൻ്റെ 2ാം ഭാഗം ഭാരത് ന്യായ് യാത്രയുമായി അദ്ദേഹം മഹാരാഷ്ട്രയിലെത്തി. നാളെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. യാത്ര അവസാനിച്ചു, പക്ഷെ നാളെ ഒരു വലിയ സമ്മേളനത്തോടുകൂടി അതിൻ്റെ പൂർണ്ണമായ സമാപ്തിയിലേക്കും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കും നീങ്ങുകയാണ്. ഇതിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കുറിച്ച ഒരു കാര്യമുണ്ട്. ദ ബിഗസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി എന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ ഇത്തവണ വിശേഷിപ്പിച്ചത്. അതായത് ഏറ്റവും വലിയ ഉത്സവം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. BJPയും NDAയും പൂർണ്ണമായി ഇതിന് തയ്യാറായിട്ടുണ്ട് എന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറയുന്നു. ട്രാക്ക് റെക്കോർഡ് ഓഫ് ഗുഡ് ഗവർണൻസ് ആൻഡ് സർവീസ് ഡെലിവറി എന്നാണ് അദ്ദേഹം ഈ ട്വിറ്ററിൽ ഉപയോഗിച്ച വാക്ക്. BJPക്ക് അങ്ങനെ ഒരു നല്ല സദ്ഭരണത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. മാത്രമല്ല, ഇന്ന് തെലങ്കാനയിൽ പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോ ഇതിലെല്ലാം കോൺഗ്രസിനെതിരെ ശക്തമായ പ്രചരണ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധി നാളെ വലിയ ഒരു റാലി അഭിസംബോധന ചെയ്യും. അതോടൊപ്പം ഒരു പദയാത്ര നാളെ അദ്ദേഹം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. മുംബൈ ശിവജി പാർക്കിൽ ഈ റാലിക്കൊപ്പം തന്നെ ഒരു പദയാത്ര, അത് മണിഭവൻ മുതൽ ക്രാന്തി മൈതാൻ വരെ, അഗസ്റ്റ് ക്രാന്തി മൈതാൻ വരെ ഒരു പദയാത്ര അദ്ദേഹം സംഘടിപ്പിക്കുന്നു. നാളത്തെ ഈ ചടങ്ങിൽ സ്റ്റാലിനും തേജസ്വി യാദവും അഖിലേഷ് യാദവും അതുപോലെ ഒക്കെ ഈ ശിവജി പാർക്കിൽ എത്തും എന്ന് വിചാരിക്കുന്നു. ഇത്തരം വലിയൊരു ബൃഹത്തായ പരിപാടിക്കാണ് തയ്യാറെടുക്കുന്നത് എന്ന് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് വിജയ് വട്ടിവാർ അവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇടയിൽ ആണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എപ്പോഴായിരിക്കുമെന്നത് സംബന്ധിച്ച വരുന്നത്. അതിനു മുമ്പ് ഇന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ ഒരു പുതിയ പാട്ട്, ഇപ്പൊ ഒരു പ്രചരണ ആയുധമായി പ്രധാനമന്ത്രി ഇപ്പോൾ ഈ അവസാന ലാപ്പിൽ ഉപയോഗിക്കുന്നത്, അദ്ദേഹം ഒരു കുടുംബാംഗമാണ്, ഞാൻ എല്ലാവരുടെയും കുടുംബാംഗമാണ്. പരസ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം നമ്മുടെ കുടുംബാംഗം പ്രധാനമന്ത്രി. യഥാർത്ഥത്തിൽ ഈ പരിവാർ എന്നൊരു പ്രയോഗം വരുന്നത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന്. അതായത് കുടുംബമില്ലാത്ത മോദിക്ക് എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കാൻ പറ്റുക എന്ന ആക്ഷേപം ഉണ്ടാകുന്നു. എപ്പോഴും BJP അതിൽ മിടുക്കന്മാരാണ്. കാരണം ഒരിക്കൽ ചായ്വാല എന്ന്
ആക്ഷേപിക്കുന്നു. പിന്നീട് ചായ് പേ ചർച്ചകളിലേക്ക് പോകുന്നു. ചൗക്കീദാർ ചോർഹെ എന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു. അപ്പോൾ താൻ ചൗക്കീദാറാണ്, ഈ രാജ്യത്തിന്റെ ചൗക്കീദാർ എന്ന തരത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഒടുവിൽ പരിവാർ ആ പാട്ട് ഏതായാലും നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ അതിന്റെ ഒരു എന്താണ് അതിന്റെ രീതി എന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നത്. मेरे दिल के घर में वो रहता, मेरी फिक्र हमेशा करता है। दुख दर्द मेरा समझे वो, मेरी खुशी में शामिल रहता है। वो नहीं अकेला खड़ा यहाँ, मैं उसका संसार हूँ। मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ। कांधे पे रख के हाथ मेरे मुझको वो समझाता है, वो देता हर पल साथ मेरा, मेरा हौसला बढ़ाता है। परवाह उसे है मेरी, मैं उसका पहरेदार हूँ। मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ। मेरे सर की पक्की छत है वो, मेरे अपनों की सेहत है वो, मेरी जरूरतों का पता उसे, बदल रहा मेरी किस्मत वो देख रहा जो सपने, मैं उनका किरदार हूँ। मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ। बेटी, मैं तुम्हें आशीर्वाद देता हूँ, मैं जरूर तुझे चिट्ठी लिखूंगा। देश की हर माँ को उसने अपनी माँ माना, देश की हर बेटी को उसने अपना सा जाना। मैं चला बनाने उसकी फिर से अब सरकार हूँ। मैं नरेंद्र दामोदर दास मोदी, मैं मोदी का परिवार हूँ, 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 मोदी नु परिवार छु नान मोदीन कुटुंबम आमी मोदीर परिवार मी मोदींचा परिवार आहे नन्नदु मोदी परिवार मोदी गारी कुटुंबम नेनु ജ്ഞാനം മോദിയുടെ കുടുംബമാണ് मोदीर पोरियाला मोदी यानका परिवार मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार। റൈറ്റ്. തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാക്കുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഗാനം ഇന്നത്തേക്ക് തന്നെ കരുതി വെച്ചതാണെന്ന് തോന്നുന്നു. അതെ, 3 മിനിറ്റും 13 സെക്കൻഡും നീളുന്ന ഒരു ഗാനമാണ്. പല ഭാഷകൾ ഇപ്പൊ അതൊരു ട്രെൻഡ് പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല ഭാഷകളിൽ ഹിന്ദി ആധിപത്യം എന്ന് പറയുന്നൊരു പ്രതിപക്ഷ ആരോപണമുണ്ട്. അടിച്ചേൽപ്പിക്കുകയാണ് എന്ന്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം മലയാളത്തിൽ സംസാരിച്ചു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നു. ഒപ്പം ഇത്തവണ 400-ലധികം എന്നൊക്കെ പറയുന്നു. ഒപ്പം തന്നെ ഇപ്പൊ ഈ പാട്ടിൽ നമുക്ക് കാണാൻ പല ഭാഷകൾ, ബംഗാളി ഉണ്ട്, മലയാളമുണ്ട്, കന്നഡ, തെലുഗു, ഒക്കെ എല്ലാ ഭാഷകളിലും ഞാൻ മോദിയുടെ കുടുംബം എന്ന് ദൃശ്യങ്ങളിലടക്കം കേരളത്തിലെ സന്ദർശനമുണ്ട്. അതെ അതെ, അതുണ്ട്. പിന്നെ അതുപോലെ ചില വൈകാരിക നിമിഷങ്ങൾ. ഡോക്ടർ ശിവനെ അന്ന് ചന്ദ്രയാൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം അനുമോദിക്കുന്ന, അല്ലെങ്കിൽ ശിവൻ വലിയ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ആ മോദിയുടെ ആശ്ലേഷണം എന്നൊക്കെ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. അതെ, ഏതായാലും ഇതിനെയൊക്കെ തിരിച്ചടിക്കുന്നത് ഇതിലിപ്പോ പ്രധാനമായും ഈ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, അതുപോലെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതുപോലെ ഹർ ഘർ നാൽ സ്കീം, അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ പദ്ധതികളാണ് അതിൽ വിപുലീകരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഇതിനെതിരെ വലിയ ശക്തമായ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നൽകുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇലക്ട്രൽ ബോണ്ട് പ്രശ്നങ്ങൾ, അതുപോലെ കാർഷിക
വിളകളുടെ താങ്ങുവില, അങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. കർഷകർക്ക് വേണ്ടി അദ്ദേഹം ഒരു 5 പരിപാടി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അതായത് മോദിക്ക് ഗ്യാരണ്ടി വേഴ്സസ് കോൺഗ്രസ് കി ന്യായ് ഗ്യാരണ്ടി എന്ന തരത്തിൽ മോദിയുടെ ഈ ഗ്യാരണ്ടിയും ന്യായ് ഗ്യാരണ്ടിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ BRS നേതാവ് കെ കവിതയുടെ അറസ്റ്റും അത്തരം വിവാദങ്ങളും മറുവശത്ത് കൂടി ചർച്ചാ വിഷയം. അതായത് ഒരു ഭാഗത്ത് ഈ ഇലക്ട്രൽ ബോണ്ട് ED ഒക്കെ ഉപയോഗിച്ച് ഭയപ്പെടുത്തുന്ന കമ്പനികളാണ് അധികവും ഈ ഇലക്ട്രൽ ബോണ്ട് സ്വന്തമാക്കിയത്. പ്രത്യേകിച്ച് സാന്റിയാഗോ മാർട്ടിനെ പോലെയൊക്കെയുള്ള ലോട്ടറി രാജാവ് എന്ന് വിശേഷിപ്പിച്ച് മലയാളികൾക്കൊക്കെ പരിചിതമാണ്. വർഷങ്ങളോളം വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആക്ഷേപം അടക്കം ആണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പക്ഷേ കോൺഗ്രസും ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിച്ചു എന്നതുകൊണ്ട് തന്നെ അതിനെ BJPക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും മാത്രമല്ല ഇന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് ഒരു പ്രഖ്യാപനം ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഇങ്ങനെ വലിയ വർത്താനം പറയുന്ന കോൺഗ്രസ് കിട്ടിയ പണം ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കിട്ടിയ പണം തിരിച്ചടയ്ക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് അവർ ഈ വിഷയം ഉന്നയിക്കുന്നു. ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് 2004 വലിയ ഇലക്ട്രൽ ബോണ്ടിൽ എന്തായാലും CPM-നും CPI-ക്കും അവർക്ക് കൃത്യമായ സ്റ്റാൻഡ് സ്വീകരിക്കാൻ പറ്റുന്നു. അതെ, കൃത്യമായ ഒരു സ്റ്റാൻഡ്. ഈ 2004 അതോടൊപ്പം BJPക്ക് അകത്തൊരു ചർച്ചയാവുന്ന വിഷയം 2004 വലിയൊരു ഓവർ കോൺഫിഡൻസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ഇന്ത്യ. അപ്പൊ ആ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഒരു തരംഗമുണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് ഒരിക്കലും ഇതിനെ ലാഘവത്തോടെ കാണരുത് എന്ന് വലിയ തോതിൽ ഒരു BJP. അതുകൊണ്ടാണോ ഈ CAA പൗരത്വ നിയമം അടക്കമുള്ള വിഷയം പോലും നീട്ടിവെക്കാതെ നടപ്പിലാക്കുന്നത് എന്ന സംശയം കൂടി ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിലും ഈ സീറ്റുകൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളൊക്കെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എങ്കിൽ അതും ലഭിക്കട്ടെ എന്നാണ്. എന്തായാലും ഈ ഗാനത്തിന് ഒരു മറുഗാനം നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസിൽ നിന്ന് അത് എപ്പോഴെന്ന് കാത്തിരിക്കാം. കാരണം തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഈ ഡിജിറ്റൽ സാധ്യതകളെയാണല്ലോ ഏറ്റവും അധികം രാഷ്ട്രീയ പാർട്ടികൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഗാനങ്ങൾ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, നവമാധ്യമങ്ങളിലൂടെയൊക്കെ അതിവേഗം വോട്ടർമാരിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അവരുടെ ഇതേ വാക്കിനെ എടുത്തുകൊണ്ട് മറിച്ച് ഇപ്പൊ അമൃത് കാൽ എന്ന് BJP ഉപയോഗിക്കുമ്പോൾ അന്യായ് കാൽ എന്ന് കോൺഗ്രസ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് ജാർഗൻസ് കൊണ്ടുള്ള ഒരു കളി കൂടി ഒരു പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. റൈറ്റ്. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് ഇനി തെരഞ്ഞെടുപ്പ് ഡീറ്റെയിൽസിലേക്കാണ് പോകേണ്ടത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഫലം ജൂൺ 4-നാണ് വരുന്നത്. ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞാൽ ഈ കടുത്ത ചൂടുകാലത്ത്, വേനൽ ചൂട് അതിരൂക്ഷമാണ് എങ്കിൽ ആ വേനൽക്കാലത്ത് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ മഴക്കാലത്തായിരിക്കും അവസാനിക്കുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മനു, അതെ, ഈ തെരഞ്ഞെടുപ്പ് ഏതായാലും 7 ഘട്ടങ്ങളിൽ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ നടക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ പശ്ചിമ ബംഗാളിലാണ് 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബീഹാറിലും സമാനമായ രീതിയിൽ 7 ഘട്ടങ്ങളിൽ. ഉത്തർപ്രദേശ് പട്ടികയിലില്ലേ? ഉത്തർപ്രദേശും അതെ, ഉത്തർപ്രദേശും ഇതേപോലെ 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് അവർക്കും നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെ ഉത്തർപ്രദേശിലും 7 ഘട്ടമായിട്ട് തന്നെയാണ് നടന്നത്. ബീഹാറിലും പശ്ചിമ ബംഗാളിലും സമാനമായി. കേരളത്തിൽ ഒരു ഘട്ടമായിട്ടാണ് നടന്നത്. ആദ്യ ഏപ്രിൽ 19-ന് 21 സംസ്ഥാനങ്ങളിൽ 102 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. നമുക്ക് ആ ഡേറ്റ ഒന്ന് പരിശോധിക്കാം. വളരെ പെട്ടെന്ന് വീഡിയോ വാളിലേക്ക് അത്തരം വിശദാംശങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് ഏപ്രിൽ 19-നാണ്. 1ാം ഘട്ട വോട്ടെടുപ്പ്. അതിൽ ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക്, അതായത് 543 ലോക്സഭാ സീറ്റുകളിൽ 102 സീറ്റുകളിലേക്ക് 21 സംസ്ഥാനങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. 2ാം ഘട്ടം ഏപ്രിൽ 26-ന്. 13 സംസ്ഥാനങ്ങളിലെ 83 മണ്ഡലങ്ങൾ ആണ് വിധിയെഴുതുന്നത്. 3ാം ഘട്ടം മെയ് 7-ന്. ആ മെയ് 7-ന് 12 സംസ്ഥാനങ്ങളിലെ 94 മണ്ഡലങ്ങൾ. 4ാം ഘട്ടത്തിൽ മെയ് 13-ന് 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങൾ. നമുക്ക് അടുത്ത ഘട്ടം കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. 5ാം ഘട്ടം മെയ് 20-ന്, 6ാം ഘട്ടം മെയ് 25, 7ാം ഘട്ടം ജൂൺ 1. എങ്ങനെയാണ് വിവിധ ഘട്ടങ്ങൾ? അവിടെ മനു ഈ സമയം കൂടുതൽ ലഭിച്ചു എന്ന തരത്തിൽ ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രതികരണം അടക്കം എടുത്തു പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സമയം കുറച്ച് കൂടുതലാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കേരളം നടക്കുമെന്നാണ് കരുതിയത്. പക്ഷേ 2ാം ഘട്ടമാണ്
പരിചയമില്ലാത്ത സ്ഥാനാർത്ഥികൾക്കൊക്കെ പരിചയപ്പെടാൻ അവസരം കൂടി ലഭിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു അത് രാജീവ് ചന്ദ്രശേഖരനെയും പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന അനിൽ ആന്റണിയും ഒക്കെ ഉദ്ദേശിച്ചുള്ള ഒരു ട്രോളും പരിഹാസവും ഒക്കെ അതിലുണ്ട് എന്ന് തോന്നുന്നു. അതെ അതെ, ഇപ്പൊ ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് നേരത്തെ സ്ഥാനാർത്ഥികൾ BJP ആണെങ്കിൽ നേരത്തെ അവരുടെ പട്ടികയൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നതിലൊക്കെ ഒരു അല്പം ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ എടുത്തു. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു 195 പേരുടെ പട്ടിക പുറത്തുവിട്ടു. പിന്നെ 72 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു. കോൺഗ്രസും 2 പട്ടികകൾ പുറത്തുവിട്ടു. ആദ്യം 39 പേരുടെ പേരുകളാണ്, ഈ 43 പേരുടെ പേരുകളും വന്നിട്ടുണ്ട് ആ രണ്ടാമത്തെ പട്ടികയിൽ. ഈ അലയൻസ്, അതായത് മുന്നണി സംവിധാനത്തിലേക്ക് ആളുകളെ കൂട്ടിയോജിക്കുന്നതിനെ സംബന്ധിച്ച് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഒറീസയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ JJP അവരെ വിട്ടുപോയി. അതുപോലെ ശിരോമണി അകാലി ദളിന് എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ BJPക്ക് ഒരു ചെറിയ തലവേദനയുണ്ട്. എങ്കിലും JDU അവർക്കൊപ്പം വന്നിട്ടുണ്ട്. പിന്നെ അതെ, അപ്പോൾ ഇതൊക്കെയുള്ള അനുകൂല ഘടകങ്ങൾ BJPക്കുണ്ട്. അതേസമയം കോൺഗ്രസും ഈ ചർച്ചകൾ തുടരുകയാണ്. മഹാരാഷ്ട്രയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ രമേശ് ചെന്നിത്തലയൊക്കെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏറ്റവും എളുപ്പത്തിൽ അത് പരിഹരിക്കപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നടക്കുന്നു. ബംഗാളിൽ മമത ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അത് CPM കോൺഗ്രസ് ഒരു ധാരണ അവിടെ സാധ്യമാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട്. എന്തായാലും നമുക്ക് കേരളം ഒരല്പം ഫോക്കസ് ചെയ്യേണ്ടതുണ്ടല്ലോ മനു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. എങ്കിലും മലയാളികൾ ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അവർ രാഷ്ട്രീയ സാക്ഷരത കൂടുതലുള്ളവരായതുകൊണ്ട് തന്നെയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമായതുകൊണ്ട് ഇപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2ാം ഘട്ടത്തിൽ ആണ് എന്നുള്ളതറിയാം. ഏപ്രിൽ 26-നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റ് ഇൻഫർമേഷനുകൾ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നത് മാർച്ച് 28-നാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഏപ്രിൽ 4-ആണ്. നാമനിർദ്ദേശ പത്രികയിൽ പരിശോധന നടക്കുന്നത് തൊട്ടടുത്ത ദിവസം ആണ്. ഈ പ്രൊസീജിയറിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റ് പ്രൊസീജിയറുകൾ എന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ എന്നുള്ളതാണ്. അതായത് ഈ ഡമ്മി സ്ഥാനാർത്ഥികളെ കൂടി സാധാരണ നിലയിൽ ഒക്കെ മത്സരിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയാൽ എന്ന നിലയിൽ അങ്ങനെയുള്ള പത്രികകൾ പിൻവലിക്കാനുള്ള സമയമാണ് ഏപ്രിൽ 8. വോട്ടെടുപ്പ് ഏപ്രിൽ 26 നേരത്തെ സൂചിപ്പിച്ചു. വോട്ടെണ്ണൽ എന്തായാലും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ എല്ലായിടത്തെയും വോട്ടെണ്ണൽ ഏതാണ്ട് ഒരുമിച്ചാണ്. അങ്ങനെ ജൂൺ 6 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവുകയാണല്ലോ. അവിടെ ഈ വോട്ടെണ്ണലിന് ശേഷം ജൂൺ 6 എന്നത് എന്തുകൊണ്ടാണ് മനു അങ്ങനെ കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്? അല്ല, സ്വാഭാവികമായും വോട്ടെണ്ണൽ ജൂൺ 4-ന് ആരംഭിക്കും. പിന്നെ അതിനുശേഷം വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി ചിലപ്പോൾ അത് കുറച്ച് റീകൗണ്ടിങ് ഉണ്ടാകും. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് അന്തിമമായി സ്ഥാനാർത്ഥികൾ അവരുടെ ഇലക്ഷൻ ഏജന്റുകൾ ഒപ്പൊക്കെ ഇട്ടുകൊടുത്ത് സ്ഥാനാർത്ഥികൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനൊക്കെ ഉണ്ട് ജയിച്ചതുമായി ബന്ധപ്പെട്ട്. അത്തരം നടപടിക്രമങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ജൂൺ 6 ആകും. അതുകൊണ്ട് ജൂൺ 6-ന് അത് തീർക്കാം എന്ന തരത്തിലാണ്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെയാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നിരവധി എതിർപ്പുകൾ വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ റീകൗണ്ടിങ് എന്നത് നീണ്ടുപോയേക്കാം. ചില മണ്ഡലങ്ങൾ എന്നതൊക്കെ, ചില സംസ്ഥാനങ്ങൾ എന്നതൊക്കെ നമ്മൾ കേരളം പോലെയല്ല, റൂറൽ മേഖലകൾ കൂടുതലായിട്ടുള്ളത് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുണ്ട്, പ്രശ്നബാധിതമായ സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ നടപടിക്രമങ്ങൾ ഏതാണ്ട് ജൂൺ 6 അവസാനിക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം മനു, ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ കൂടിയുണ്ടല്ലോ. ആ സംസ്ഥാനങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതെ, അത് വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് തന്നെയാണ്. അവിടെ ജൂൺ 11-നാണ് അവരുടെ കാലാവധി അവസാനിക്കുന്നത്. അതുകൊണ്ട് 175 സീറ്റുകളാണ് അവിടെ പിന്നെ മത്സരിക്കേണ്ടത്. അതുപോലെ തന്നെ ഒഡീഷയിലും ജൂൺ 24-ന് അവിടെ കാലാവധി അവസാനിക്കും. അതുകൊണ്ട് അവിടെ 147 സീറ്റുകളിലാണ് അവിടെ മത്സരം ഉള്ളത്. സിക്കിമും അരുണാചൽ പ്രദേശിൽ 60 സീറ്റുകളും സിക്കിമിൽ 32 സീറ്റുകളുണ്ട്. ഇവിടെയും ലോക്സഭ വളരെ നിർണായകമാണ്. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ 25 സീറ്റുകളുണ്ട്. അരുണാചൽ പ്രദേശിൽ 2 സീറ്റുകളിലും ഒഡീഷയിൽ 21 സീറ്റുകളുണ്ട്. സിക്കിമിൽ 1 സീറ്റുമുണ്ട്. ഇത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ അടുത്ത ഘട്ടം വരേണ്ടത് ഹരിയാനയാണ്. നവംബറിൽ ഹരിയാനയും മഹാരാഷ്ട്രയും. അത് 2 വലിയ മഹാരാഷ്ട്ര നമുക്കറിയാം 258 അസംബ്ലി സീറ്റുകളുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് അതെ, അവിടെ സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ അവിടെ ഈ 48 പാർലമെന്റ് സീറ്റും ഉണ്ട്. അപ്പോൾ സ്വാഭാവികം അത് നവംബർ വരെ അവർക്ക് കാലാവധിയുണ്ട്. ഹരിയാനയിൽ 10 പാർലമെന്റ് ലോക്സഭാ സീറ്റുകൾ. ശരി, ഒപ്പം നമുക്ക് ചേർത്ത് വെച്ച് പോകേണ്ടത് ചില ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഡേറ്റുകളാണ്. അത്
26 ഇടങ്ങളിൽ ആണ് ഉപതെരഞ്ഞെടുപ്പ്. കാര്യമായി നമുക്ക് പ്രേക്ഷകരുമായി സംവദിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നതൊക്കെ അറിയാം. ചില സീറ്റുകൾ ഒക്കെ ഒഴിഞ്ഞുകിടക്കുകയോ രാജിവെക്കുകയോ അല്ലെങ്കിൽ അംഗങ്ങൾ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ്. അതിലിപ്പോൾ കേരളവുമായി ചേർത്ത് വെക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒന്നും തന്നെ ഇല്ലല്ലോ മനു. അതെ, കേരളവുമായി ചേർത്ത് വെക്കാനുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെ ഇല്ല. പ്രധാനമായും മറ്റ് 7 സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് ഉപതെരഞ്ഞെടുപ്പുകൾ 26 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നൊക്കെ. ഇതിങ്ങനെ ആവർത്തിക്കേണ്ടതുണ്ടോ എന്ന് ചിലപ്പോൾ പ്രേക്ഷകർക്കും ഒരു സംശയം തോന്നിയേക്കാം. അതെന്തുകൊണ്ട് എന്നതാണ് നമ്മൾ അടുത്ത ഡേറ്റയിലൂടെ ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു പക്ഷേ 96.88 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നത് ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് അങ്ങേയറ്റം കൗതുകകരമാകുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ചൈനയടക്കം ഇന്ത്യ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനങ്ങൾ പോലും പല രാജ്യങ്ങളിലെ ജനസംഖ്യയുടെ 10 മടങ്ങാണ്. നമ്മൾ ഇടയ്ക്ക് ഇന്നുച്ചയ്ക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴും സൂചിപ്പിച്ചു, ഉത്തർപ്രദേശിൽ നിന്ന് 80 സീറ്റുകളാണുള്ളത്. ഈ ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ തന്നെ 24 കോടിയാണ്. അപ്പോൾ അവിടെ 18 വയസ്സോ അതിന് മുകളിലോ ഉള്ളവരുടെ എണ്ണം എന്നത് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. മനു, എന്തായാലും ആ സുദീർഘമായ അല്ലെങ്കിൽ വലിയ കണക്കുകൾ എങ്ങനെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ? അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഈ 100 വയസ്സ് പിന്നിട്ട വോട്ടർമാർ 2.8 ലക്ഷം വോട്ടർമാർ, 2.5 ലക്ഷം വോട്ടർമാരോളം ത്തിലധികം വോട്ടർമാരുണ്ട് എന്നതാണ്. ഇതിൽ 85 വയസ്സിന് മുകളിലുള്ള വോട്ടർമാരും ഉണ്ട്. ആ വോട്ടർമാരിലേക്കൊക്കെ ഈ വോട്ട് ഫ്രം ഹോം എന്ന രീതിയിൽ ഒരു പദ്ധതി, അത് നമുക്ക് 100 വയസ്സ് പിന്നിട്ട ആളെ പിന്നെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് രാജ്യം നടത്തുന്നു എന്നത് നമുക്ക് ഒരു വലിയ രാജ്യമെന്ന നിലയിൽ വലിയ അഭിമാനം. ഈ വോട്ട് ഫ്രം ഹോം എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള ഒരു സംശയം ശശി തരൂർ പ്രകടിപ്പിച്ചു. അല്ല, പ്രധാനമായും അത് ഇലക്ഷൻ ആളുകൾ, ബന്ധപ്പെട്ട ആളുകൾ അവരുടെ വീടുകളിലേക്ക് എത്തി വോട്ട് ചെയ്യുന്ന ഒരു രീതി നേരത്തെ ഉണ്ട്. അത് ഇത്തവണയും അതിൽ ചില അഭിലാഷ് സൂചിപ്പിച്ച പോലെ ചില ആരോപണങ്ങളുണ്ട്. കാരണം ഇതുമായി പോകുന്ന ഉദ്യോഗസ്ഥർ ഒരു വീട്ടിലാണ് പോകുന്നത്, അവരൊരു ഏജന്റ് കൊണ്ടുപോകുന്നത്. അവർ പലപ്പോഴും 100 വയസ്സ് ആൾക്ക് ആരുടെയും സഹായമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഇടനിലക്കാരൻ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്നാലും എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ വരണം എന്നാണ് നമ്മൾ. എന്തായാലും ഇലക്ഷൻ ചാനൽ അവസാനിപ്പിക്കുമ്പോൾ മനു ഭരത് പറഞ്ഞ ആ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. അത് വീട്ടിൽ വന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള വോട്ട് ഫ്രം ഹോം. അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്ന സമയത്ത് ജനിച്ചവർക്ക് പോലും ഈ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ പോയിന്റ് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത, അതാണ് ജനാധിപത്യത്തിൻ്റെ ഉത്സവം. അവിടെ 100 കഴിഞ്ഞവരും പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.